ഇന്ന് രാവിലെയും വാർത്ത കേൾക്കുമ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് +1 വിദ്യാർത്ഥിനിയെ സഹപാഠി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന വാർത്തയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് +2 പഠിക്കുന്ന പെൺകുട്ടി തൻ്റെ കൂട്ടുകാരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ക്രൂരമായ പീഡനത്തിൻ്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ നിരന്തരം കുട്ടികൾ കഠിനമായ പീഡനങ്ങൾക്ക് ഇരകളാകുന്ന, ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ആ വാർത്തകൾക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് കൂട്ടുകാർ തന്നെയാണ് പലപ്പോഴും ഇത്തരം ക്രൂര പ്രവർത്തികൾക്ക് പിന്നിൽ പ്രതികളായി പിടിക്കപ്പെടുന്നത്. പലപ്പോഴും കുട്ടികളുടെ ഈ സൗഹൃദങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന രക്ഷിതാക്കളാണ് ഇതിലെ ഒന്നാമത്തെ പ്രതികൾ. എല്ലാ സൗഹൃദങ്ങളെയും കേവലം കൂട്ടുകാർ എന്ന രീതിയിൽ മാത്രം കണ്ട് ആ കൂട്ടുകെട്ടുകളെ പൂർണ്ണമായി വിശ്വസിച്ച് അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകുമ്പോഴാണ് വലിയ ചതിക്കുഴികളിലേക്ക് നമ്മുടെ കുട്ടികൾ വന്നു ചേരുന്നത്, എത്തിപ്പെടുന്നത്. അത്തരം സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് തുടക്കത്തിലെ നുള്ളിക്കളയാനുള്ള ഒരു ധൈര്യം രക്ഷിതാക്കൾക്ക് ഇല്ലാത്ത കാലത്തോളം ഈ മക്കൾ വലിയ അപകടങ്ങളിലേക്കാണ് ചെന്നു പതിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്.